ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടായ മാറ്റത്തിന് കാരണം എന്താണ് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിലവിൽ നമ്മൾ 2 ഡെക്കിൽ നിന്നാണ് കാർഡ്സ് എടുക്കുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ്? അവർക്കിപ്പോൾ ഉണ്ടായ മാറ്റത്തിന് കാരണം എന്താണ്? ഇത്രയും കാർഡ്സാണ് എടുക്കുന്നത്. ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ നിങ്ങളുടെ എനർജി നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന എനർജി നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളിലൂടെ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം വന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പഴയ വ്യക്തിയല്ല. നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ട്, കുറച്ചും കൂടി സ്പിരിച്വൽ ആയിട്ടുണ്ട്, അതുപോലെ കുറച്ചും കൂടി സ്വന്തം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ എനർജിയിൽ മെയിനായിട്ട് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതിനു മുൻപ് നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നില്ല. സാഹചര്യങ്ങളാണ് നിങ്ങളെ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. നേരത്തെ നിങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചിരുന്നു. അതുപോലെ ആ വ്യക്തിയെ വളരെയധികം കരുതലോടുകൂടി കൊണ്ടു നടന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. നിങ്ങളെ വേദനിപ്പിച്ചാലും നിങ്ങൾക്ക് ക്ഷമിച്ചു കൊടുക്കാൻ ഒരു മനസ്സുണ്ടായിരുന്നു. അവരുടേതായ മിസ്റ്റേക്സ് എല്ലാം തന്നെ കണ്ടില്ലെന്ന് നടിച്ചൊക്കെ നിങ്ങൾ നടന്നിരുന്നു. കാരണം അത്രത്തോളം ജീവനായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ പഴയതുപോലെ അല്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. അതായത് ഈ ഒരു വ്യക്തിയോടുള്ള നിങ്ങളുടെ മനസ്സിലെ ഇഷ്ടം പൂർണ്ണമായും പോയെന്നല്ല ഞാനിവിടെ പറയുന്നത്. കുറച്ചും കൂടി ലൈഫ് നിങ്ങൾ എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ജീവിത പാഠങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ലൈഫിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള അവസരങ്ങളുടെ വാതിൽ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ തുറന്നിട്ടുണ്ടാകാം. എന്തായാലും നമുക്കിവിടെ നോക്കുമ്പോൾ കാണുന്നത് നിങ്ങളുടെ വ്യക്തിയോടുള്ള നിങ്ങളുടെ അതിരുകവിഞ്ഞ സ്നേഹവും വിശ്വാസവും എല്ലാം നിങ്ങൾക്കൊരു പണി തന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതായത് കണ്ണും പൂട്ടി നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റാർക്കും കൊടുക്കാത്ത സ്ഥാനം നൽകി അവരെ സ്നേഹിച്ചു. നിങ്ങളെ ഏറ്റവും അധികം വിഷമിപ്പിച്ച ഘട്ടത്തിലേക്ക് തള്ളിവിട്ടതും നിങ്ങളുടെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം തന്നെയാണ്. നിങ്ങൾ പലപ്പോഴും ആ വ്യക്തിയെ അമിതമായി സ്നേഹിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് ഒന്നും കീപ്പ് ചെയ്തിട്ടുണ്ടാവില്ല.
അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ മുതലെടുക്കാനുള്ള സാഹചര്യം നിങ്ങൾ തന്നെ ഒരുക്കി കൊടുത്തു എന്ന് വേണം പറയാൻ. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ഒരു ആഘാതം തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് സമ്മാനിച്ചിട്ട് പോയത്. ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നെങ്കിലും അതെല്ലാം വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ച കാര്യങ്ങളാണ് എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും തരാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയായിരിക്കാം. അത്രയും കാലം നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് തള്ളിയിടുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ വ്യക്തി എങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളതെങ്കിലും ആ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് കുറ്റബോധം തീരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം എന്നെ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയെ ഇത്തരത്തിൽ ഒഴിവാക്കുന്നത് തെറ്റാണെന്നൊന്നും ആ ഒരു വ്യക്തിക്ക് അന്ന് തോന്നിയിരുന്നില്ല. അവർക്കന്ന് അവരുടേതായിട്ടുള്ള കാര്യമായിരുന്നു വലുത്. അങ്ങനെയുള്ള ഒരു സെൽഫിഷ് ക്യാരക്ടറായിരുന്നു നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളെക്കാൾ വലുത് ആ വ്യക്തിയുടെ സന്തോഷങ്ങൾ തന്നെയായിരുന്നു, സ്വന്തം സേഫ്റ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ ആ ഒരു ടൈം വേസ്റ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളത്. എന്തായാലും നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും നിങ്ങൾ അത്രയും ഇമോഷണലായ ഒരു എനർജിയിൽ നിന്നാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ വെർഷനിലേക്ക് നിങ്ങൾ മാറിയത് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പാഴാക്കിയ സമയങ്ങൾ, നഷ്ടമായ അവസരങ്ങൾ എല്ലാം തന്നെ നിങ്ങളെ ഇതുവരെ നേടാൻ പറ്റാത്ത പല കാര്യങ്ങൾ നേടാൻ പ്രേരിപ്പിച്ചതായി ഇവിടെ കാണാനായിട്ട് കഴിയുന്നു. അത് ചിലപ്പോൾ നിങ്ങളുടെ കരിയർ സെറ്റായതാകാം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആകാം, സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ആകാം. അങ്ങനെ ലൈഫിലെ ഏറ്റവും സുപ്രധാന മാറ്റങ്ങളിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതലും നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. നേരത്തെ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ അത്രത്തോളം അഡിക്റ്റഡ് ആയിരുന്നു. ഈ വ്യക്തി ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയിൽ വരെ നിങ്ങൾ എത്തിയിരുന്നു. ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വന്നതായിട്ട് കാണുന്നു. ആരും കൂടെ ഇല്ലെങ്കിലും എനിക്ക് ജീവിച്ചേ പറ്റൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എത്തിയതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും പഴയതുപോലെ ഓവറായിട്ട് സ്നേഹിക്കുവാനോ ഒന്നും തന്നെ ഒരുക്കമല്ലായിരിക്കും. നിങ്ങളിപ്പോൾ എല്ലാ കാര്യത്തിനും കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നുണ്ടാകാം. ഇപ്പോൾ നിങ്ങൾ ജീവിച്ചു കാണിച്ചു കൊടുക്കണം എന്നുള്ള വാശിയിലായിരിക്കാം. അതുകൊണ്ട് തന്നെ പഴയതുപോലെ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കാതെ ഒരുപാട് സ്ട്രോങ് ആയി മാറിയതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സിറ്റുവേഷനുമായി മാച്ച് ആകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്, ചിലവരുടെ പേഴ്സൺ ഇതിനോടകം തന്നെ നിങ്ങളിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ ഒരു ക്ഷമാപണമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. ഇനി കമ്മ്യൂണിക്കേഷൻ കിട്ടാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. നിങ്ങളെപ്പറ്റി എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നു. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ അറിയാനായിട്ട് ഈ ഒരു വ്യക്തി കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരണം. അങ്ങനെ മടങ്ങി വരുമ്പോൾ നിങ്ങൾ അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് അറിഞ്ഞതിന് ശേഷമാകും അവർ ഒരു ആക്ഷനിലേക്ക് നീങ്ങുന്നത്. ഇത്രയും കാലം അവർ വിചാരിച്ചത് ഈ വ്യക്തി ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ മാറ്റം ഈ വ്യക്തിയെ ഒരുപാട് അസ്വസ്ഥമാക്കുന്നു. അവർ ഇല്ലെങ്കിലും നിങ്ങൾ വളരെ കൂളായിട്ട് മുന്നോട്ട് പോകുന്നു. അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കണമെന്ന് ഈ ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത്, അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയത് അക്കരപ്പച്ച കണ്ടിട്ട് തന്നെയായിരിക്കാം. പക്ഷെ അവർ ഉപേക്ഷിച്ചു പോയത് ഏത് സിറ്റുവേഷനിലേക്കാണോ, അവിടെ ചെന്നപ്പോൾ അവർ വിചാരിച്ചതുപോലെയുള്ള യാതൊരു കാര്യങ്ങളും കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. അവരുടെ ലൈഫിൽ ഒരു ജഡ്ജ്മെന്റ് പീരീഡ് ഉണ്ടായതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ചില സിറ്റുവേഷനിൽ
നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം പിന്നീടായിരിക്കും നമുക്ക് കിട്ടുന്നതല്ലേ. പക്ഷെ അതേസമയം നമ്മൾ ചെയ്തതിനുള്ള ഫലം ഉടനടി കിട്ടുവാണെങ്കിലോ നമുക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ചെയ്തതെങ്കിൽ നമുക്ക് ഗുഡ് കർമ്മയായിരിക്കും ലഭിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് ചെയ്തതെങ്കിൽ നമുക്ക് ബാഡ് കർമ്മയായിരിക്കും ലഭിക്കുന്നത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഒരു വ്യക്തി ചെയ്ത നെഗറ്റീവായിട്ടുള്ള പ്രവൃത്തിയുടെ ഫലമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടായതായിട്ട് കാണാനായിട്ട് കഴിയുന്നു. എന്തായാലും സ്വയം തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് ഡിവൈൻ ഈ ഒരു വ്യക്തിക്ക് ഒരുക്കി കൊടുത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ വാല്യൂ ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ആ ഒരു ഫുൾഫിൽമെന്റ് നിങ്ങളാണ്. അതുപോലെ നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഇനി ഈ ഒരു പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അതായത് സ്നേഹവും സപ്പോർട്ടും കരുതലും ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയെ ഈ ഒരു വ്യക്തിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എന്ന് വേണം പറയാൻ. ആ ഒരു റിയലൈസേഷൻ കിട്ടിയിട്ടുള്ള വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു വ്യക്തി തിരിച്ചു വന്ന് ക്ഷമാപണം ഒക്കെ പറയാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. കാരണം ഏത് വിധേനയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാത്ത രീതിയിൽ അത്രയും ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ ലാസ്റ്റ് കാർഡ് നോക്കൂ. നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളും ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇനി ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് വന്ന ക്ലൂസ് നമുക്ക് നോക്കാം. നമ്പർ 10, 22, എറണാകുളം 65, നമ്പർ 1 38, ട്രിവാൻഡ്രം അവിട്ട നക്ഷത്രം, നമ്പർ 61 1980, മൂവീസ് നമ്പർ 5 ബ്രൗൺ കളർ, കാസർഗോഡ് ചിത്ര നക്ഷത്രം, നമ്പർ 7 1960, 1996, നമ്പർ 30 2001, ലെറ്റർ കെ, പൂരാട നക്ഷത്രം 27, ലെറ്റർ വി 1972, 1968, ചർച്ച് 56, യെല്ലോ കളർ, രോഹിണി നക്ഷത്രം, ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് 1966, നമ്പർ 18. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ് എന്ന് പറയുന്നത്. ഈ ഒരു ക്ലോസ് എല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പം ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനായിട്ടും മറക്കരുത്.